കനത്ത മഴയിൽ കാസർഗോഡ് മധൂരിൽ മധുവാഹിനി പുഴ കരകവിഞ്ഞു. മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറി. ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കും ഇടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കുറ്റിക്കോലിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു. പാലത്തിന് കൈവരിയില്ലാത്തതിനാൽ കാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൊട്ടോടി സർക്കാർ ഹൈസ്കൂളിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ കാസർഗോഡ് മധുവാഹിനി പുഴ കരകവിഞ്ഞിട്ടുണ്ട്. മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ക്ഷേത്രം ഭാഗികമായി മുങ്ങിയ അവസ്ഥയിലാണ്. പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പട്ല ഭാഗത്ത് നിരവധി കുടുംബങ്ങളിൽ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. മധുവാഹിനി പുഴയോട് ചേർന്നുള്ള പ്രദേശം തീരദേശ മേഖലയാണ്. അവിടെ ഈ കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്കാണ് ഇവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കും ഇടയിൽ മണ്ണിടിച്ചിലുണ്ടായി. പുലർച്ചയോടുകൂടിയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. കൊയങ്ങാനത്തെ റോഡിന്റെ ഒരു വശത്താണ് മണ്ണിടിച്ചത്. വലിയ വാഹനങ്ങൾക്ക് ഈ പ്രദേശത്ത് ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടോടി സർക്കാർ ഹൈസ്കൂളിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊട്ടോടി ടൗണിൽ വെള്ളം കയറിയ നിലയിലാണ്. സമീപത്തെ പള്ളിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചട്ടഞ്ചാൽ തെക്കിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. കാസർഗോഡ് കുറ്റിക്കോലിൽ കാറ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളഞ്ചിപ്പുഴ കര കവിഞ്ഞത് മൂലം കൈവരിയില്ലാത്ത പാലമൊക്കെ അറിയാത്ത നിലയിലായിരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടുപേരാണ് കാറിലുണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് നിന്നും പുത്തൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ഇവർ പുലർച്ചെ 6 മണിയോടുകൂടി ഇവിടെ എത്തി പള്ളഞ്ചിപ്പുഴയിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് സംയോജിതമായ ഇടപെടൽ കാരണം വലിയ അപകടം ഒഴിവായി. രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ജില്ലയിൽ പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. തേജസ്വിനി പുഴ കര കവിഞ്ഞിട്ടുണ്ട്. പറക്കോൽ പാലം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഈ തീരദേശ മേഖലയിലേക്ക് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. ഇപ്പോഴും പല ഭാഗങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വേണു, ശരി, കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത് അരുൺ പാറയ്ക്കൽ.